അത്യാവശ്യം പാടാൻ കഴിവുള്ള ഒരു പെൺകുട്ടി. അവള് ജീവിക്കുന്നത് ഒരു ഗ്രാമത്തിലെ വളരെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ്. പാടാൻ കഴിവുള്ളതുകൊണ്ട് തന്നെ സ്വന്തം അമ്മയ്ക്ക് അസുഖങ്ങളുള്ളത് തന്നെ സാമ്പത്തികമായി ആ വീടിനെ സഹായിക്കാനായിട്ട് നമ്മുടെ സ്റ്റാർ സിംഗർ പോലെയുള്ളൊരു മ്യൂസിക് റിയാലിറ്റി ഷോയിൽ അവൾ പങ്കുചേരുന്നു. ആ പാട്ട് വളരെയധികം ഹിറ്റാവുകയും ഒരുപാട് പേർ കാണുകയും ചെയ്യുന്നു. അതുതന്നെയായിരുന്നു ഈ കഥയിലെ ആദ്യത്തെ ട്വിസ്റ്റ്. കാരണം ഈ കുട്ടിയുടെ പാട്ട് വീഡിയോയെ കാണുന്ന ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ 10 വർഷം മുമ്പ് ആ സീക്രട്ട് ഫെസിലിറ്റിയിൽ നിന്ന് പരീക്ഷണത്തിനിടെ രക്ഷപ്പെട്ടു പോയ ഒരു കുട്ടിയാണ് ഈ കുട്ടിയെന്ന് അവർ സംശയിക്കുന്നു. ഈ മത്സരത്തിന്റെ 2ാം റൗണ്ടിലേക്ക് ആ കുട്ടി പാടാൻ വീണ്ടും എത്തുമ്പോൾ ഈ സീക്രട്ട് ഓർഗനൈസേഷൻ ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് അവരുടെ ലാബിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ സിനിമയുടെ ആദ്യ അരമണിക്കൂർ മാത്രമാണ്. അതിനുശേഷമുള്ള 1.5 മണിക്കൂർ പോകുന്നത് ഗംഭീര ആക്ഷൻ സീക്വൻസുകളിലും വമ്പൻ ട്വിസ്റ്റുകളും കൊണ്ട് സമ്പന്നമായ ഒരു കഥയാണ്. പറഞ്ഞു വന്നത് 'ദ വിച്ച് പാർട്ട് 1 ദ സബ്വേർഷൻ' എന്ന സിനിമയെ പറ്റിയാണ്. 2018 പുറത്തിറങ്ങിയ കൊറിയൻ സിനിമ. ആക്ഷൻ, ഹൊറർ, സൈഫൈ എന്നിങ്ങനെയുള്ള എല്ലാ ജോണറിൻ്റെയും ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ് ഈ സിനിമ. പറ്റുമെങ്കിൽ ഈ ചിത്രത്തെക്കുറിച്ച് ഒന്നും കേൾക്കാതെ അല്ലെങ്കിൽ ഇതിൻ്റെ ടീസറോ ട്രെയിലറോ കാണാതെ തന്നെ ഈ സിനിമ കാണുന്നതായിരിക്കും ഏറ്റവും മികച്ച കാര്യം. കാരണം ഇതിലെ ഓരോ ട്വിസ്റ്റുകളും പ്രിഡിക്റ്റ് ചെയ്യുന്നതിന് മുകളിലാണ് സംഭവിക്കുന്നത്. സിനിമയുടെ കഥ അവിടെ കൊണ്ടും തീരുന്നില്ല. 2022 ഇതിനൊരു സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. 'ദ വിച്ച് പാർട്ട് 2 ദ അതർ വൺ'. എന്തുകൊണ്ടും 1ാം പാർട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു ഗംഭീര സീക്വലാണ് അവർ ഇതിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. 2 സിനിമകളും ശ്രദ്ധേയമാകുന്നത് ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ കൊണ്ടും വമ്പൻ പ്ലോട്ട് ട്വിസ്റ്റുകൾ കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോഡി വിസിൽ മൊമെന്റ്സ് ഈ 2 സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയും. വേറൊന്നും പറയാനില്ല. മസ്റ്റ് വാച്ച് ആണ്. കാണണം.